കളിപ്പറമ്പ് ഹോസ്പിറ്റലിൽ വരെ വന്നേക്കും കേട്ടോ. ഇന്ന് ഇച്ചിരി പരിപാടിയുണ്ട്. പിന്നെ കണ്ണൂർ പോകണം. ഇവിടെ OP ചീട്ട് രണ്ടിടത്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഒരു കൗണ്ടറിനടുത്തും കൊടുക്കുന്നുണ്ട്, മേളിലും ഉണ്ട്. മേളിൽ ഇച്ചിരി ആൾ കൂടി താഴെ പോകുന്നിടത്തും അവിടെയും ഭയങ്കര തിരക്ക്. ഓക്കെ, ഇതാണ് പുതിയ ബിൽഡിങ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആളുണ്ട് കേട്ടോ. അപ്പുറം കൊടുക്കാൻ തുടങ്ങിയില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചു, മരുന്ന് കിട്ടി. ഇനി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് കണ്ണൂരേക്ക് പോകണം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പഴയ ആംബുലൻസ് കിടക്കുന്ന നോക്കി. എന്താ പഴയ മോഡൽ വണ്ടി. കളിപ്പറമ്പെത്തി. നല്ല ഓണത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഡ്രസ്സ് ഇട്ടേക്കുന്നു, മറ്റേ സെറ്റ് സാരിയൊക്കെ എടുത്തേക്കും. അതിൽ മുഴുവൻ നിറങ്ങളുടെ ഉത്സവമാണ്. ഇതിപ്പോൾ വളപട്ടണം പാലത്തിനടുത്താണ്. നോക്കിയാൽ നല്ല വെള്ളമുണ്ട്. ഇപ്പം 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം നല്ലതായിട്ട് കയറും. തോട്ടിൽ വരെ നല്ല വെള്ളം. പിന്നെ ഇവിടുത്തെ കാര്യം പിന്നെ പറയാനുണ്ടോ. നോക്കിയാൽ നല്ല വെള്ളം. ഒരു തോണിയോ ബോട്ടോ ഒന്നും ഇറങ്ങുന്നില്ല, അത്രയ്ക്ക് വെള്ളമാണ് ഇരിക്കുന്നത്. കണ്ണൂരെത്തി. SM പാർക്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ പോയിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയിക്കൊണ്ടിരുന്നത്. ഇതാ കണ്ണൂർ മാർക്കറ്റ്. വണ്ടിയും കൊണ്ട് ഇപ്പം ലോഡ് ഇറക്കാനൊക്കെ വന്നപ്പോൾ അവിടെ പോയിക്കൊണ്ടിരുന്നത്. ഇത് കണ്ണൂരിലെ ഒരു പഴയ തിയേറ്ററാണ്, കവിത എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട്. മൂട്ട അടിക്കും. മൂട്ട അടിച്ച് കൊണ്ടുവരണം. പഴയൊരു തിയേറ്ററാണ്. ഞാൻ ഒരു സീനകത്ത് കയറിയിട്ടുണ്ട്. എത്ര 50 രൂപ 70 രൂപ എങ്ങാണ്ടായിരുന്നു. മൂട്ട അടിച്ച് ചായ കുടിക്കാൻ. ചായ കുടിച്ചിട്ട് പോകാം. കമ്പരി ഓണത്തിൻ്റെ കുറേ പരിപാടി നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നു. ബസ്സിലും ഉണ്ടായിരുന്നു. മൈസൂരിൽ നിന്ന് ആന്ധ്രയിൽ നിന്നും കണ്ട് വരുന്ന വണ്ടി. മഴയാ. ഇതൊരു റിക്കവറി വണ്ടിയാണ്. ഈ വണ്ടി എടുക്കണം എന്നും പറഞ്ഞ് വിളിച്ചതാണ്. ഇന്നത്തെ ഓട്ടം കണ്ണൂരുള്ളൊരു വണ്ടിയാണ്, റിക്കവറിയുടെ. ഈ വണ്ടി ഇന്ന് എടുക്കണമെന്നും പറഞ്ഞ് വിളിച്ചോ. ബദൽ കയറുവാണെങ്കിൽ നല്ല ശമ്പളമുണ്ട്. അല്ലെങ്കിൽ സ്ഥിരം കയറുവാണെങ്കിൽ ചോദിച്ചാൽ സ്ഥിരത്തിന് പൈസ കുറവാണ്. നമ്മളെ ബദൽ വരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കണ്ണൂർ വഴി ഗവൺമെൻറ് ആശുപത്രിയോ ജില്ലാ ആശുപത്രി.
പ്രഭാ ജംഗ്ഷൻ എന്നൊക്കെ പറയും. ഇവിടെ ബാങ്ക് റോഡ് ഇച്ചിരി ബ്ലോക്ക് കുറവായിരുന്നു സാധാരണ അപേക്ഷിച്ച്. ആ ഉച്ചയായല്ലേ. ഈ പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ല, എത്ര വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അവിടെ ഇവിടെ അല്ല എത്രയോ വണ്ടി. അല്ല 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 കല്യാണം ഉറപ്പിക്കാനോ? ഞാൻ 2-3 പേർക്ക് നമ്പർ കൊടുത്തായിരുന്നു. അതിൽ നിന്ന് ഒരു കൂട്ടുകാരൻ കല്യാണം നോക്കുന്നുണ്ട്. ഇനി അവനാ വിളിച്ചതെന്ന് അറിയില്ല. ഭയങ്കര ബ്ലോക്കാണ്. AC വണ്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ ഫാൻ ഇവിടെ മേടിച്ചു വെക്കാൻ വേണ്ടി എത്ര ദിവസം പറഞ്ഞിട്ടാണെന്നറിയോ? ഫാൻ മേടിച്ചു വെച്ചു പൈസ വണ്ടിക്ക് വേണ്ടി മുടക്കിയ, വണ്ടിക്ക് പണിയെടുക്കുകയില്ല, വണ്ടിയുടെ ഒരു പണിയെടുക്കുകയില്ല, വണ്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. നമ്മുടെ ടാറ്റയുടെ 709 709 വണ്ടി എണ്ണ അടിക്കാൻ വന്നേ. പെട്രോൾ അടിക്കാം, അല്ല ഡീസൽ അടിക്കാം. പെട്രോളല്ല, പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാം. ഇത് പഴയ വണ്ടിയാണ്. ഏകദേശം ഒരു 2015 വണ്ടിയായി ടാറ്റയുടെ. ഇത് ഫ്യൂൾ ടാങ്ക്, ഇത് സ്പീഡോമീറ്റർ, ഇത് എയറിൻ്റെ, ഇത് ഹീറ്റ്, ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. കിലോമീറ്റർ 36 ചേട്ടാ 36 28 34 നമ്മുടെ ജില്ലാ കിലോമീറ്റർ നോക്കണം. ക്ലിയർ ആവുന്നില്ല കുറച്ചിട്ട്. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ലോട്ടറി ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ഇത് ക്ലിയർ ആവുന്നില്ല. 36 28 34 ക്ലിയർ ആകട്ടെ. കിലോമീറ്റർ പോയേക്കാം. ഇതാണ് ഇതിൻ്റെ പരിപാടികൾ. റോഡ് അങ്ങോട്ട് പോയാൽ മാർക്കറ്റാണ്. ഇവിടെ മാർക്കറ്റായിരുന്നു. ഇതിൻ്റെ അകത്തോട്ട് ഉള്ളിലോട്ട് ഈ ഒരു ചുറ്റുപാടത്ത് കണ്ണൂരിൻ്റെ ഒരു ഫുള്ള് ചൂണ്ടാടിക്കുന്ന വശം. ഇവിടെ കണ്ട് നല്ല തിരക്കുണ്ടാവും. ഹോസ്പിറ്റല് ഇവിടെ പറ്റുമോ നമുക്ക്? ഇവിടെ ആണോ? എവിടെ അങ്ങോട്ട് കയറ്റിയിടാൻ പറ്റൂലല്ലേ?
ഇവിടെ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് അടുപ്പിക്കാം. നമ്മൾ വണ്ടി തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ. രാജസ്ഥാൻ വണ്ടി ഇവന്മാരൊക്കെയാണ് വണ്ടിയൊക്കെ വീട് പോലെ മാസങ്ങളും ഓളം കിടന്നോളും. മഴക്കാലമായിട്ടുണ്ട് നമുക്ക് വണ്ടി ഒന്ന് സൈഡോട്ട് ഇറക്കിയിടാൻ പോലും പേടിയാണ്. താന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. കാര്യങ്ങളൊക്കെ പറയേണ്ടി ഇവിടെ വണ്ടിയൊക്കെ കണ്ടു. എങ്ങോട്ടെങ്ങാനും ഓടിപ്പോയിട്ടുണ്ടാവോ പുള്ളി, വേറെ സ്ഥലത്തെങ്ങാനും പോയിട്ടുണ്ടാവും ചോദിക്കും. ഇതാണ് നമ്മുടെ വണ്ടി. കുറച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. ഇവിടെ എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതുപോലത്തെ വണ്ടിക്ക് ഡെയിലി 1000-1500 രൂപ കൊടുക്കണം ചിലവ് വെച്ച്. ഇവിടെ എല്ലാ ഡ്രൈവർമാർക്കെല്ലാം ഇവിടെ സ്ഥിരം ഓടുന്ന വണ്ടിക്കാർക്കെല്ലാം കുറവാണ്. ഇത് പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു 10-50 വർഷം ഏകദേശം അടുത്തുള്ള ഒരു പഴയ സ്റ്റാൻഡാണ്. ഇതിപ്പം പൊളിച്ചിട്ട് ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. ഇനി 1-2 വർഷം കഴിയുമായിരിക്കും വരാൻ വേണ്ടി. അവിടെ നമ്മൾ എന്താ പറയുക ബസ് സ്റ്റാൻഡ് ഇനി പൊളിക്കുമെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചാ. പണ്ടത്തെ ഒരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ടാകുന്നൊക്കെ ഉള്ളപ്പോൾ എടുക്കുമ്പോൾ പൊളിയായിരിക്കും കേട്ടോ. വെള്ളം കണ്ടില്ലേ തോട്ടിലെ? പണ്ട് അത്രയും വരെ ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം അത്രയും വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നോക്കിയാൽ ഇത്രയും വരെ എത്തി. നല്ല ഒഴുക്കുണ്ട്. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, വെള്ളം കാണാൻ വേണ്ടി വന്ന. ഇതിലെ കൂടെ ഒഴുകാൻ തുടങ്ങി. ഇതിലെ ഒഴുകാൻ ഇനി ഇവിടെ അലക്കാൻ എളുപ്പമാണ്. എന്നാലും ഒഴുക്കാന്ന് നോക്കിയാൽ 2 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്താൽ മതി, ഭയങ്കര ഒഴുക്കാൻ. വേറെ ഞാൻ വീട്ടിൽ പോട്ട് എന്തായാലും കഴിക്കണം പോയിട്ട്. വീട്ടിലെത്തി ഗൈസ്. ഇതാ പണ്ടേ ഉള്ള ഒരു മാവാ നോക്കിയേ.